Hi everyone, this is me Casac Benjali. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന പ്രധാനപ്പെട്ട 5 മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. പല ബിസിനസ്സും പരാജയപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ 5 കാരണങ്ങൾ ബിസിനസ് പരാജയപ്പെടുന്നതിനുള്ള, ബിസിനസ്സിൽ വലിയ പരാജയം സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഇഫ് യു ആർ ആൻ ഓൺട്രപ്രനർ, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ 5 കാര്യങ്ങൾ പറയുന്നത്. 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബിസിനസ് പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിൽ ഒന്നാണ് മൈക്രോ മാനേജ്മെന്റ്. മൈക്രോ മാനേജ്മെന്റ് ആണ്. പല ബിസിനസ്സുകാരും, എനിക്കറിയാം, എൻ്റെ ക്ലയൻസ്, ബിസിനസ്സുകാരായിട്ടുള്ള കൺസൾട്ടിങ്ങിന് വരുന്ന പല ക്ലയൻറ്റുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ദേ ആർ ടെല്ലിങ് ദാറ്റ് ഐ വാണ്ട് ടു സ്കെയിൽ മൈ ബിസിനസ്. എനിക്ക് എൻ്റെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണം, എനിക്ക് എൻ്റെ ബിസിനസ്സിനെ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിലേക്ക് എത്തിക്കണം, അതിൻ്റെ മാർക്കറ്റ് സ്പേസ് എക്സ്പാൻഡ് ചെയ്യണം, മാർക്കറ്റ് ലിമിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് വാല്യൂ എക്സ്പാൻഡ് ചെയ്യണം. സോ വാട്ട് ഷുഡ് ഐ ഡു എന്ന് പറയുന്ന സമയത്ത് അവരുമായി അനലിറ്റിക്കൽ ഡിസ്കഷനിൽ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, പല ആളുകളുടെയും പ്രശ്നങ്ങളുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് മൈക്രോ മാനേജ്മെന്റ് ആണ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ട് തന്നെ നടക്കണം, എല്ലാ കാര്യങ്ങളും എൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടക്കണം, എല്ലാത്തിലും ഞാൻ തന്നെ ഇടപെടണം, എല്ലാത്തിലും എൻ്റെ തല ചെല്ലണം, എൻ്റെ കണ്ണ് ചെല്ലണം എന്ന് പറയുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഇങ്ങനെ പറയുക എന്ന് പറയുന്നത് ബിസിനസ്സിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ്. കാരണം അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, അവർ പോയി നോക്കിയിട്ടില്ലെങ്കിൽ, അവർ അക്കൗണ്ട് ചെക്ക് ചെയ്തില്ലെങ്കിൽ, അവർ ഇൻവെന്ററി ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, അവർ സ്റ്റോക്ക് എടുക്കാൻ പോയില്ലെങ്കിൽ, അവർ പ്രൊക്യൂർമെന്റിന് പോയിട്ടില്ലെങ്കിൽ ബിസിനസ്സിന് റൺ ചെയ്യാൻ പറ്റില്ല എന്ന് ധരിച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ ഉണ്ട്, ധാരാളമായിട്ടുണ്ട്. ഇത് ബിസിനസ്സുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന്. കാരണം നിങ്ങളിത് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയുടെ മാക്സിമത്തിനപ്പുറത്ത് ഒരിക്കലും ആ ബിസിനസ്സിന് വളരാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യൻ 24 മണിക്കൂർ മാത്രമേ കയ്യിലുള്ള ഒരു ദിവസം, അതിനകത്തൊരു 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറങ്ങാൻ വേണം, ഫുഡ് കഴിക്കാനും മറ്റു ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഒരു 3-4 മണിക്കൂറെങ്കിലും വേണം, വേണ്ടേ, യാത്ര ചെയ്യാൻ എല്ലാം കൂടെ. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏകദേശം വരുന്ന 10-14 മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 15-16 മണിക്കൂറാണ് മാക്സിമം ഒരു ദിവസം ഒരു ബിസിനസ്സുകാരനാവട്ടെ, ഒരു ജോലിക്കാരനാവട്ടെ യൂസ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ 14 മണിക്കൂറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ലിമിറ്റായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ഈ മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ ചെയ്യാൻ പാടില്ലാത്ത. ഡെഫിനറ്റ്ലി അപ്പോൾ നിങ്ങൾ പറയും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ബിസിനസ്സിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത് ചെയ്യേണ്ടി വരില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ബിസിനസ്സിൻ്റെ ആദ്യഘട്ടത്തിൽ, ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയ സമയത്തും തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. മെയിൽ അയക്കുന്നത് ഞാനായിരുന്നു, മെയിൽ റീഡ് ചെയ്യുന്നത് ഞാനായിരുന്നു, ഓർഡർ എടുക്കുന്നത് ഞാനായിരുന്നു, ക്ലയൻസുമായിട്ട് സംസാരിക്കുന്നത് ഞാനായിരുന്നു, ക്ലയൻസിൻ്റെ ടെലിഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യുന്നത് ഞാനായിരുന്നു, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു. ബട്ട് വെൻ മൈ ബിസിനസ് ഗ്രോ ഇനഫ്, ആ സമയത്ത് എൻ്റെ ബിസിനസ് അത്യാവശ്യം ഒന്ന് ഗ്രോ ചെയ്ത സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ മൈക്രോ മാനേജ്മെന്റ് പരിപാടിയിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ് ചെയ്തത്. എല്ലാ വലിയ ബിസിനസ്സുകാരുടെ കാര്യങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ശരി, ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ റൂട്ടീൻ ലൈഫിലേക്ക് ഇൻവോൾവ് ചെയ്യാതിരിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഒരു ബിസിനസ്സുകാരൻ എടുക്കുക. കാരണം എന്താ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മൈക്രോ തിങ്കർ ആവുകയോ മൈക്രോ മാനേജ്മെന്റ് പ്രോസസ്സിലേക്ക് പോവുകയല്ല വേണ്ടത്, മറിച്ച് മാക്രോ തിങ്കർ ആവണം. കാരണം നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് വളരാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ബിസിനസ്സിന് പുതിയ മാർക്കറ്റിനെ കുറിച്ച്, പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച്, പുതിയ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, പുതിയ ഐഡിയകളെ കുറിച്ച്, പുതിയ എക്സ്പാൻഷനെ കുറിച്ചെല്ലാം ചിന്തിക്കുമെന്നുള്ളത് നിങ്ങൾ മാത്രമാണ്. വേറെ ഒരാൾക്കും അതിന് കഴിയില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത്, നിങ്ങളുടെ സമയം എന്ന് പറയുന്നത് ബ്രോഡായിട്ട് മാക്രോ ലെവലിൽ ചിന്തിക്കാനുള്ള സമയം കണ്ടെത്തുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ്സിന് വളരാനും ഉയർന്ന രീതിയിൽ എത്തിച്ചേരാനും കഴിയുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബിസിനസ്സിന് ഒരിക്കലും തന്നെ വലിയൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ് മൈക്രോ മാനേജ്മെന്റ്. ഡോണ്ട് ഡു മൈക്രോ മാനേജ്മെന്റ്. ബി എ മാക്രോ തിങ്കർ ആൻഡ് ബി എ മാക്രോ മാനേജർ. രണ്ടാമത്തെ ബിസിനസ്സുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നാണ് സേ യെസ് ടു എവറിത്തിങ്. ഒരുപാട് ഓൺട്രപ്രനേഴ്സിനെ എനിക്കറിയാം, ഒരുപാട് ബിസിനസ്സുകാരായിട്ടുള്ള ആളുകളെ പരിചയമുള്ള ഒരാളാണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ് ചെയ്യുന്നതിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് എല്ലാത്തിനോടും യെസ് പറയുക. സ്വാഭാവികമായിട്ടും
നിങ്ങൾ ബിസിനസ് തുടക്കക്കാരനാണെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് കമ്പനി തുടങ്ങാൻ പോകുന്നുള്ളൂവെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാത്തിനോടും യെസ് പറഞ്ഞേ പറ്റൂ. നിങ്ങൾക്കൊരു കോൺട്രാക്ട് കിട്ടിക്കഴിഞ്ഞാൽ യു ഹാവ് ടു സേ യെസ്. അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് കിട്ടുന്നു, ഏതെങ്കിലും ഒരു പുതിയ കോൺട്രാക്ട് കിട്ടുമ്പോൾ നമ്മൾ ഡിമാൻഡ് നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, മാർക്കറ്റ് വാല്യൂ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, മാർജിൻ പോലും കൺസിഡർ ചെയ്യാതെ നമ്മൾ യെസ് പറയേണ്ടി വരും. ബിക്കോസ് വി ആർ ന്യൂ ടു ദ ബിസിനസ്, വി ആർ വെരി ന്യൂ ടു ദ ബിസിനസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങളുടെ ബിസിനസ് ഒന്ന് ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിൽ ഒരു സ്പേസ് പിടിച്ചു കഴിഞ്ഞാൽ, വെൻ യു സ്റ്റാർട്ട് ഗ്രോയിങ് യുവർ ബിസിനസ്, നിങ്ങളുടെ ബിസിനസ്സിനെ വളരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, യു ഷുഡ് ലിമിറ്റ് സേയിങ് യെസ്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യെസ് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകുന്ന കോൺട്രാക്റ്റിൽ മാത്രം യെസ് പറയുക, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകുന്ന ഒരു ഡീല് മാത്രം ഉറപ്പിക്കുക, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകുന്ന, നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ജോയിന്റ് വെഞ്ചറിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് വരിക. അല്ലാതെ വരുന്ന പ്രപ്പോസലുകളിലും വരുന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിലും എല്ലാം തലയിടുക എന്ന് പറയുന്നത് ബിസിനസ്സുകാർ ചെയ്യുന്ന പലയൊരു അബദ്ധമാണ്. എല്ലാ ബിസിനസ്സിലേക്കും, എല്ലാ ബിസിനസ് മോഡലിലേക്കും തലയിടാതെ ആവശ്യമുള്ളത് മാത്രം അനലൈസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ബിസിനസ് വളരുന്ന സമയത്ത് യു ഷുഡ് ലേൺ ഓൺലി ഇമ്പോർട്ടൻറ്റ് തിങ്. അത്യാവശ്യമുള്ള കാര്യത്തിന് മാത്രം യെസ് പറയാൻ പഠിക്കുക എന്ന് പറയുന്നതാണ് ബിസിനസ്സുകാരൻ പഠിക്കേണ്ട ഏറ്റവും പ്രധാന സ്കില്ലുകളിൽ ഒന്നെന്ന് പറയുന്നത്. മൂന്നാമത്തെ അബദ്ധമാണ്, പലരും ചെയ്യുന്നൊരു അബദ്ധമാണ്, യഥാർത്ഥ കസ്റ്റമേഴ്സിന് പറയാനുള്ളത് കേൾക്കാതിരിക്കുക. പലപ്പോഴും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്ന കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. കസ്റ്റമർ കംപ്ലൈൻറ്റ് ഒന്നും കേൾക്കേണ്ട, കസ്റ്റമർ കംപ്ലൈൻറ്റ് അഡ്രസ്സ് ചെയ്യേണ്ട, അവർക്ക് എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ കസ്റ്റമർ കംപ്ലൈൻറ്റ് മീൻസ് കസ്റ്റമർ വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് യു ബട്ട് യു നീഡ് ടു ഇംപ്രൂവ്. ഇതാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത്. അപകടകാരികളായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കംപ്ലൈൻറ്റ് പറയാത്ത കസ്റ്റമറാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ നോട്ട് ഹാപ്പി വിത്ത് യുവർ സർവീസ്, they are not happy with your product, they are not happy with the entire business model. പക്ഷേ അവരെന്തില്ല, മിണ്ടില്ല, അവർ പുറത്ത് പോയിട്ട് പറയും, അയ്യോ അങ്ങോട്ട് പോകണ്ട കേട്ടോ, ആ ബിസിനസ് തല്ലിപ്പൊളിയാണ്, അയാളുടെ ബിസിനസ്സിലേക്ക് പോകണ്ട, അവിടെ നല്ല സർവീസ് ഇല്ല, അവിടെ നല്ല ഫുഡില്ല, അവിടെ നല്ല വസ്ത്രമില്ല, അവിടെ നല്ല സെലക്ഷൻ ഇല്ല എന്ന് പറയും. നേരെ മറിച്ച് നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ കംപ്ലൈൻറ്റ് തരുന്നുവെങ്കിൽ ഹഗ് ഹിം, അയാളെ കെട്ടിപ്പിടിക്കുക, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് വിടാം. കാരണം എന്താ, അയാൾ നിങ്ങളുടെ ഒരു പോരായ്മ കണ്ടെത്തി തരുന്നു എന്ന് മാത്രമല്ല, കംപ്ലൈൻറ്റ് തരുന്നു എന്നതിന് അർത്ഥം എന്താ, അയാൾക്ക് നിങ്ങളുടെ സർവീസ് ഇനിയും വേണം, പക്ഷേ യു നീഡ് ടു ഇംപ്രൂവ്. നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് കഴിയണം, നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം നിങ്ങളുടെ സർവീസ്, എനിക്ക് നിങ്ങളുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. ഇതാണ് ഒരു കംപ്ലൈൻറ്റിനെ നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്. ആക്സെപ്റ്റ് ഇറ്റ് ആസ് എൻ ഇംപ്രൂവ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആദ്യം ഒരു കംപ്ലൈൻറ്റിനെ സ്വീകരിക്കുക. പിന്നെയോ കസ്റ്റമറെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണം. കസ്റ്റമറുടെ ഫീഡ്ബാക്ക്, കസ്റ്റമറുടെ സജഷൻ ചോദിക്കുക. കാരണം നിങ്ങളെക്കാളും മാർക്കറ്റിനെ കുറിച്ച് അവർക്ക് അറിയായിരിക്കാം, നിങ്ങളെക്കാളും മാർക്കറ്റ് മനസ്സിലാക്കാനുള്ള സ്കിൽ അവർക്കുണ്ട്, അവരാണ് ഡിമാൻഡ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കാണ് നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കുന്നെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഡിമാൻഡുകൾ ചോദിച്ച് മനസ്സിലാക്കുക, അവർക്ക് പറയാനുള്ളത് കേൾക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സിൽ നിങ്ങൾ സ്വപ്നം കാണുന്നുവെങ്കിൽ, നിങ്ങളുടെ ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് സ്റ്റാർട്ട് ലിസണിങ് ടു യുവർ കസ്റ്റമർ. അത് കംപ്ലൈന്റ് ആണെങ്കിലും ശരി, സജഷൻസ് ആണെങ്കിലും ശരി, കസ്റ്റമർക്ക് പറയാനുള്ള ഫീഡ്ബാക്ക് ഏരിയകൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഈവൻ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യുന്നു, റെസ്റ്റോറൻറ്റ് ബിസിനസ് ആണെങ്കിലും ശരി, ടെക്സ്റ്റൈൽ ബിസിനസ് ആണെങ്കിലും ശരി, സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിലും ശരി, വാട്ട് എവർ ഇറ്റ് ഈസ്, വെൻ യു ഫിനിഷ് യുവർ സർവീസ്, വെൻ യു ഡെലിവർ യുവർ മെറ്റീരിയൽ, ആസ്ക് ദം ഫീഡ്ബാക്ക്. അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കുക. ഫീഡ്ബാക്ക് ചോദിക്കുക എന്ന് പറയുന്നത് ബിസിനസ് വളരാൻ ഇത്രമാത്രം ഓപ്പർച്യൂണിറ്റി തരുന്ന, ഇത്രമാത്രം അവസരം തരുന്ന മറ്റൊന്ന് ഇല്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ 3 മിസ്റ്റേക്കുകൾ പറഞ്ഞു. ബിസിനസ്സുകാർ പലരും കംപ്ലൈൻറ്റിനോട് മുഖം തിരിക്കും. കസ്റ്റമർ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മൂന്നാമത്തെ മിസ്റ്റേക്ക്. ഇനി നാലാമത് നമ്മൾ പറയാൻ പോകുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ബിസിനസ്സുകാരോടും ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ബിസിനസ് പരാജയമാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് പരാജയപ്പെട്ടിരിക്കുന്നു, വേണ്ടത്ര എത്ര ബിസിനസ്സുകൾ കുറേ നടക്കുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ, അവരുടെ ഒരു ക്യാഷ് ഫ്ലോയിലേക്കും അവരുടെ പ്രോഡക്റ്റ് ബിസിനസ് സ്ട്രാറ്റജിയിലേക്കും നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ അബദ്ധം മനസ്സിലാവുന്നത്. മിക്ക ബിസിനസ്സുകാരും ധരിച്ചു വെച്ചിരിക്കുന്നത് റവന്യൂ ആണ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. മിക്ക ബിസിനസ്സുകാരുടെയും അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത്, അവരുടെ മേജർ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവർ റവന്യൂയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. റവന്യൂ ഇസ് നോട്ട് പ്രോഫിറ്റ്. റവന്യൂ ഇസ് നോട്ട് പ്രോഫിറ്റ്. നന്നായിട്ട് ക്യാഷ് ഫ്ലോ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് അവിടെ ബ്രാഞ്ച് തുടങ്ങാം, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് അങ്ങോട്ട് സ്കെയിലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം, ലിമിറ്റ് എക്സ്പാൻഡ് ചെയ്യാം, തമിഴ്നാട്ടിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് കർണാടകയിലേക്ക് എൻ്റെ ബിസിനസ്സിന് എക്സ്പാൻഡ് ചെയ്യാം, ബിക്കോസ് ഐ എം ഗെറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് വോള്യൂം. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പല ബിസിനസ്സുകാരുടെയും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോള്യത്തിൽ നിന്ന് നിങ്ങളുടെ മാർജിൻ എത്രയാണ്? നിങ്ങളുടെ മാർജിൻ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ മാർജിൻ ആൻഡ് പ്രോഫിറ്റ് ലെവൽ.
ആൻഡ് ദ പ്രോഫിറ്റ് ഗ്യാപ്പ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ സ്കെയിലപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിന് സ്കെയിൽ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. കാരണം ഒരുപാട് ബിസിനസ്സുകാർ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടും സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ആ എൻ്റയർ ബിസിനസ്സിനെയും പൂട്ടിപ്പോകേണ്ട അവസ്ഥ ഒരുപാട് കാണേണ്ടി വന്നൊരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മുടെ കൺമുമ്പിൽ തന്നെ അത്തരത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുപാട് പൂട്ടിപ്പോയിട്ടുണ്ട്. നന്നായിട്ട് റൺ ചെയ്ത ബിസിനസ് സ്ഥാപനങ്ങൾ 1-2 എക്സ്പാൻഷനിലേക്ക് പോകുമ്പോഴേക്കും അത് പൂട്ടിപ്പോയി. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂയിലാണ് ഫോക്കസ് ചെയ്തത്, മാർജിനിലല്ല. മാർജിൻ വേണ്ടത്ര ഇല്ലാത്ത സമയത്ത്, പ്രോഫിറ്റ് വേണ്ടത്ര ബിസിനസ്സിലേക്ക് വരാത്ത സമയത്ത് വോള്യത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട്, റവന്യൂവിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ പോകുകയും അവിടെയും മാർജിൻ ഇല്ലാതെ വരികയും ഇവിടെ നിങ്ങൾക്കൊരു ഒരൊറ്റ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റ്, ഒരു ടെക്സ്റ്റൈൽ ഔട്ട്ലെറ്റ് ആകാം, ഒരു റെസ്റ്റോറൻറ്റ് ആകാം, അതല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആകാം, വാട്ട് എവർ ദ ബിസിനസ് യു ആർ ഇൻ, ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. എന്ത് ബിസിനസ് ആണെങ്കിലും ശരി, ഇവിടെ നിങ്ങൾക്കൊരു ഹ്യൂജ് വോള്യൂം ഓഫ് ബിസിനസ് ഉള്ളത് കൊണ്ടും ഹ്യൂജ് വോള്യൂം ഓഫ് ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ റവന്യൂ വേണ്ടത്ര നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് അതിനകത്ത് ഒരുപാട് പ്രോഫിറ്റ് ഇല്ലെങ്കിലും തിങ്സ് ആർ ഗോയിങ് ഓൺ. അത് നടന്നു പോകുന്നത് ഈ വോള്യൂം ഓഫ് സെയിൽ ഉള്ളത് കൊണ്ടാണ്. മറിച്ച് എക്സ്പാൻഷനിലേക്ക് പോകുമ്പോൾ, സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടൊന്നും നേരത്തെയുള്ള ബിസിനസിന്റെ അതേ വോള്യൂം കിട്ടിക്കൊള്ളണം എന്നില്ല. നിങ്ങൾ ഇപ്പോൾ പോകുന്ന മാർജിനിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് വോള്യൂം ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ മാത്രമാണ് നഷ്ടമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് റവന്യൂ ഈസ് നോട്ട് പ്രോഫിറ്റ്. ലുക്ക് അറ്റ് യുവർ മാർജിൻ and create more profit and make sure that you are taking a forward step to scale your business when you have enough margin. Otherwise it will kill your business. നിങ്ങളുടെ ബിസിനസ്സിനെ തകർക്കാൻ മറ്റൊന്നും വേണ്ട, അത് മാത്രം മതി. So look at profit, look at margin, not only in revenue. Definitely revenue is required. If there is no revenue, that means there is no business is happening. We all know that. But revenue is not only the business if you don't have enough margin. And അഞ്ചാമത്തെ ഏറ്റവും വലിയ ഒരു പരാജയം അല്ലെങ്കിൽ ബിസിനസ്സുകാർ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സുകാർ പഠനം നിർത്തുന്നു എന്നുള്ളതാണ്. ഒരു 20 വർഷം മുൻപ് ബിസിനസ് ചെയ്തത് പോലെയല്ല ഇത്. നിങ്ങളൊരു കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാക്കാം. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ആദ്യത്തെ 10 വർഷം, പിന്നെയുള്ള 10 വർഷം, പിന്നെയുള്ള 10 വർഷം, അവസാനത്തെ ഈ 10 വർഷം ഇതിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബിസിനസ് ഒരുപാട് മാറിയിട്ടുണ്ട്. എൻ്റയർ ബിസിനസ് സ്ട്രാറ്റജി മാറിയിട്ടുണ്ട്. നമുക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ബിസിനസ്സിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാത്ത രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊരു ബിസിനസ്സിന് അപ്ഡേഷൻ ആവശ്യമായി വന്നിരുന്നത് ഒരു 10 വർഷം കഴിയുമ്പോൾ 20 വർഷം കഴിയുമ്പോഴായിരുന്നെങ്കിൽ ഇന്ന് ഓരോ ഔട്ട്ലെറ്റുകളും, ഓരോ ബിസിനസ്സും, ഓരോ സോഫ്റ്റ്വെയറും, ഈവൻ ഓരോ വീട് പോലും 2-3 വർഷത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് മാർക്കറ്റിൽ അത്രയും വലിയ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് എന്ന് പറയുന്നത് ഇന്നൊരു നിരന്തര പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. നിങ്ങൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുന്നില്ലെങ്കിൽ, മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, അതിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ഫ്യൂച്ചർ ഡിമാൻഡുകൾ, അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഡിമാൻഡുകൾ, നിങ്ങൾ ചെയ്യുന്ന സർവീസ് ആവട്ടെ, പ്രോഡക്റ്റ് ആവട്ടെ, ഇതിനെക്കുറിച്ച് വ്യക്തമായി ഗ്രഹിക്കാനുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ്സിന് സക്സസ്ഫുൾ ആയിട്ട് ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. സോ ദിസ് ഈസ് സോ ക്രിട്ടിക്കൽ ഇൻ ബിസിനസ്. നെവർ സ്റ്റോപ്പ് ലേണിംഗ്. നിങ്ങൾ ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് വളർത്താനുള്ള, ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള, ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും തന്നെ നിങ്ങൾ നിർത്തരുത്. നിർത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഏരിയ, ദാറ്റ് ഈസ് ദ മൂമെന്റ്, ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ് യു ആർ ടേക്കിംഗ് ടു കിൽ യുവർ ബിസിനസ്. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്താം. ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് പഠിക്കണം, ബിസിനസ്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പുതിയൊരു പ്രോഡക്റ്റ് നമ്മുടെ ബെഞ്ചാലി ലൈഫിൻ്റെ കീഴിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നുമില്ല, ബിസിനസ് ബൂം എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ബിസിനസ് ബൂം എന്ന് പറയുന്നത് 1 വർഷം നീണ്ടു നിൽക്കുന്ന ഓൺട്രപ്രണർഷിപ്പ് കോഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാൻ അവസരങ്ങളൊന്നുമില്ല, മാർക്കറ്റിൽ മാറി വരുന്ന ട്രെൻഡിനെ കുറിച്ച് പഠിക്കാൻ അവസരങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യണം, നിങ്ങൾക്ക് ബിസിനസ്സിനെ സ്കെയിൽ ചെയ്യണം, ബിസിനസ്സിൽ കസ്റ്റമേഴ്സിനെ കൂട്ടണം, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കണം, നിങ്ങളുടെ ബിസിനസ് കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു മൊണോപ്പൊളി സൃഷ്ടിക്കണം. എങ്ങനെ ഇതൊക്കെ സാധ്യമാകും? കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ ബിസിനസ് വലിയ വിജയം നേടാം? ഇതെല്ലാം പഠിപ്പിക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ്
ആണ് ബിസിനസ് ബൂം. ബിസിനസ് ബൂം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് സിലബസിനോട് കിടപിടിക്കുന്ന, എന്നാൽ വളരെ കുറഞ്ഞ ഫീസോട് കൂടി, വളരെ തുച്ഛമായൊരു ഫീസോട് കൂടിയിട്ട് 1 വർഷം നീണ്ടു നിൽക്കുന്ന ബിസിനസ് പ്രോഡക്റ്റാണ്, ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ബിസിനസ് ബൂം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടും. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ടതിന്. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെ നല്ല വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. വളരെ നന്ദി.